എന്റെ ദൈവമേ! ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് വേണം പറയാൻ. ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചെന്ന് വേണം പറയാൻ. സംഭവം കോഴിക്കോട് കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ഏകദേശം ഒരു 5 വയസ്സ് പ്രായം കാണും. ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞ് അച്ഛനോടൊപ്പം ഓട്ടോയിൽ വന്നിറങ്ങിയതാണെന്നാണ് മനസ്സിലാകുന്നത്. റോഡിന് ഓപ്പോസിറ്റ് വീടാണ്. അവിടെ അമ്മ നിൽക്കുന്നു. അമ്മയെ കണ്ടുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ കുഞ്ഞ് അമ്മയുടെ അടുക്കിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരൊറ്റ ഓട്ടവാ. ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ആ കുഞ്ഞ് ആ ബസ്സിനടിയിൽ പോകാതെ രക്ഷപ്പെട്ടത്. അത് ആ ഡ്രൈവറുടെ മനസാന്നിധ്യം എന്ന് വേണം പറയാൻ. ചെറുവാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന തയ്യിൽ എന്ന് പറഞ്ഞ ബസ്സാണ് ഈ വന്നത്. അതിൽ ഡ്രൈവർ അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല. ഒരു ബിഗ് സല്യൂട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന്റെ ആ ഒരു മനസാന്നിധ്യം, അവിടെ ഒരു ദൈവിക കരങ്ങൾ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ആ കുഞ്ഞിനെ ഇടിക്കാതെ ആ ബസ് പോകുമെന്നുള്ളത്. നമ്മളെപ്പോഴും ഈ സ്വകാര്യ ബസ്സുകാരുടെ കേട്ടേക്കുന്ന അമിത വേഗത, പിന്നെ അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ എന്നൊക്കെ. പക്ഷെ ഇത് ആ ഡ്രൈവറെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ആ ഡ്രൈവറോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ആ ഡ്രൈവറുടെ ആ മനസാന്നിധ്യമാണ്. അദ്ദേഹം വലത്തോട്ട് വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ അത് തന്നെ ഒരു ഇഞ്ച് വ്യത്യാസം, ആ ബസ്സിൽ മുട്ടിയില്ല എന്ന രീതിയില്ല ആ കുഞ്ഞ് നിൽക്കുന്നത് തന്നെ. എന്തായാലും ആ കുഞ്ഞിന് ആയുസുണ്ട്. എന്താ പറയുന്നത്, ആ ഡ്രൈവറുടെ ഭാഗ്യം, ആ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരുടെ ഭാഗ്യം. എന്തായാലും വലിയൊരു സംഭവമായിപ്പോയി. നമുക്കിത് തലയിൽ കൈവച്ച് കാണാനേ നമുക്കിത് പറ്റത്തുള്ളൂ. അത്ര ഒരു 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 ദൃശ്യമായി പോയി ഇത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാമല്ലോ. വികൃതികളാണ്, കുസൃതികളാണ്. അവര് ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. അവർക്കറിയില്ലല്ലോ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കഴിയുന്നതും നമ്മൾ പുറത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള തിരക്കുള്ള റോഡുകളിലൊക്കെ എത്തുമ്പോൾ കൈവിടാതെ കുഞ്ഞുങ്ങളുടെ കൈ മുറുകെ തന്നെ പിടിക്കുക. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ആ കുഞ്ഞിന്റെ ആയുസ് ഭഗവാന്റെ കാരുണ്യം, ആ ഡ്രൈവറുടെ ഒരു മനസാന്നിധ്യം. അതിനിടയ്ക്ക് വാർത്ത വരുന്നു, ഈ ഒരു സംഭവം ആ ഡ്രൈവറെ ഭയങ്കരമായിട്ട്, ഡ്രൈവർ ഷോക്കായി പോയി. അതിനുശേഷം അദ്ദേഹത്തിന് ബസ് മുന്നോട്ട് ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ കുഞ്ഞു ജീവന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഭാഗ്യം. ദൈവത്തിന് നന്ദി.